വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. റിവിഷൻ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് അല്ലെ. അപ്പൊ ഭരണഘടനയില് നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങള്, ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനുകള്, അതുപോലെ തന്നെ പിന്നെന്താ പഠിച്ചേ, പ്രീആമ്പിള് അല്ലെ. അങ്ങനെ കുറെ അധികം കാര്യങ്ങള്, സിറ്റിസൺഷിപ്പ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനയും അതായത് ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാ ചോദിച്ചിട്ടുള്ളത് നമുക്ക് പഠിക്കാം. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ്? പാർട്ട് 3 കാണപ്പെടുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ കാണപ്പെടുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 എന്ത് പറയണേ? മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയണേ അല്ലെ. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന എവിടുന്നാണ് കടമെടുത്തിരിക്കുന്നത്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ആശയം കടം കൊണ്ടിരിക്കുന്ന അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് കടം കൊണ്ടിരിക്കണേ എന്നും കൂടി ഓർത്തോളോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്ന് അറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നതും മൗലിക അവകാശങ്ങളാണ്. അപ്പൊ മൗലിക അവകാശങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള പേരും കൂടി ഉണ്ട്. ഇനി മൗലിക അവകാശങ്ങളുടെ പ്രത്യേകത, ഈ എന്താ പറയുന്നത്, അവകാശങ്ങൾ നമുക്ക് എന്ത് പറ്റും? കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റും. കോടതിയിലൂടെ നമ്മുടെ മൗലിക അവകാശങ്ങൾ കോടതിയിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? സുപ്രീം കോർട്ടിനെയാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? നമ്മുടെ സുപ്രീം കോടതിയെയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അപ്പൊ മൗലിക അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരു ഇന്ത്യൻ പൗരനെ കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും. നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതികളിലോ എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ അവകാശം നേടിയെടുക്കാനായിട്ട്. ഇനി ഇങ്ങനെ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശങ്ങൾ 7 എന്നാൽ ഇപ്പോൾ നിലവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന 6 മൗലിക അവകാശങ്ങളെ ഉള്ളൂ. ഏതൊക്കെയാണ് ആ മൗലിക അവകാശങ്ങൾ? ആദ്യത്തേത് സമത്വത്തിനുള്ള അവകാശമാണ്. അത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളിൽ പറയുന്നു. ഇനി നമ്മളെ ചൂഷണം ചെയ്താൽ, ആരെങ്കിലും ചൂഷണം ചെയ്താൽ ആ ചൂഷണത്തിന് എതിരെയുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 23, 24 തുടങ്ങിയവയിലാണ്. അടുത്തത് മതസ്വാതന്ത്ര്യത്തെ കുറിച്ചാ പറയണേ. മതസ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. അടുത്ത നമ്മളോട് പറയുന്നത് വിദ്യാഭ്യാസം അല്ലെ. വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സാംസ്കാരികം. അപ്പൊ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 29, 30 തുടങ്ങിയവയിലാണ്. ഏറ്റവും അവസാനം ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം ഇത് പറയുന്നത് ആർട്ടിക്കിൾ 32 മുതലാണ് 35 വരെയാണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയാണ് 6 മൗലിക അവകാശങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. 1978 നമ്മുടെ ജനതാ ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുമ്പോ സ്വത്തവകാശം എന്ന് പറയുന്ന അവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് എടുത്തു കളയുണ്ടായി.
ഇതിനെ 1978 44-ാം ഭരണഘടനാ ഭേദഗതി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഇപ്പൊ സ്വത്തവകാശം ഭരണഘടനയുടെ 12-ാം ഭാഗത്തിലാണ് കാണപ്പെടുന്നത്. ഭരണഘടനയുടെ 12-ാം വകുപ്പിലാണ് കാണപ്പെടുന്നത്. ആർട്ടിക്കിൾ 44 പ്രകാരം 300A ആർട്ടിക്കിൾ 300A എന്ത് കാണുന്നത്? സ്വത്തവകാശം കാണപ്പെടുന്നത്. ഈ ഭേദഗതി നടപ്പിലാക്കിയ സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. ഇത് നടപ്പിലാക്കുമ്പോൾ പ്രസിഡന്റിന്റെ പേര്, പ്രസിഡന്റ് ആയിരുന്നു നീലം സഞ്ജീവ റെഡ്ഡി. നീലം സഞ്ജീവ റെഡ്ഡി പ്രസിഡന്റും മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിരിക്കുന്ന സമയത്ത് ജനതാ ഗവൺമെന്റിന്റെ കാലത്ത് 1978 ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന 7 മൗലികാവകാശങ്ങളിൽ ഒന്നായ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളയുകയും അതൊരു എന്തായി സാധാരണ നിയമപരമായിട്ടുള്ള അവകാശം മാത്രമായിട്ട് മാറുകയും ചെയ്തു. അതൊരു ലീഗൽ റൈറ്റ് മാത്രമായിട്ട് മാറുകയും ചെയ്തു. ഇപ്പൊ സ്വത്തവകാശം ഒരു ലീഗൽ റൈറ്റ് ആണ് എന്ന് ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയില്ലേ? സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 31 ആണ്. 44-ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ 300A ആണ്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലികാവകാശമായിരുന്നതും നിലവിൽ മൗലികാവകാശമല്ല, സാധാരണ ഒരു നിയമാവകാശം മാത്രം ആണ് എന്നുള്ളതുമായിട്ടുള്ള അവകാശം ഏതാണ്? സ്വത്തവകാശമാണ് എന്ന് ഓർത്തു വെച്ചോളോ. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അപ്പോ നമ്മുടെ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളെ കുറിച്ചും അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഓരോ കാര്യങ്ങൾ നമ്മൾ പറയാണ്. അപ്പൊ ഈ മൗലിക അവകാശങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടിയന്തരാവസ്ഥ കാലമൊക്കെ വരുമ്പോ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ മൗലികാവകാശങ്ങൾക്ക് എന്തു കൊണ്ടുവരും? നിയന്ത്രണം കൊണ്ടുവരും. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്തു പോലും നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെ? ആർട്ടിക്കിൾ 20 കൂടാതെ 21 തുടങ്ങിയവയാണ്. അങ്ങനെ എന്താ പറയുന്നത്? ഈ അടിയന്തരാവസ്ഥ കാലത്തു പോലും റദ്ദ് ചെയ്യാൻ സാധിക്കാത്ത ആർട്ടിക്കിളുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 20ഉം 21ഉമാണ് എന്ന് ഓർത്തു വെക്കണം. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് എന്താച്ചാ, നമ്മുടെ ഭരണഘടനയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുമ്പോ മൗലികാവകാശങ്ങളെ കുറിച്ച് ഒരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി. ആ പ്രമേയം പാസ്സാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാണെന്ന് ചോദിക്കാം. അത് 1931 കറാച്ചി സമ്മേളനാന്ന് ഓർക്കുക. ഈ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിക്കാം. അത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്തു വെക്കുക. കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിക്കാം. അത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ് എന്നും കൂടി ഓർത്തു വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇനി അടുത്തത്, ഇത്രയും മൗലിക അവകാശങ്ങളുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രാമത്തെ വരെയുള്ള ആർട്ടിക്കിൾ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ആർട്ടിക്കിളുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കാറുള്ള കുറച്ച് ആർട്ടിക്കിൾ പഠിക്കുകയാണ് നമ്മള്. ആർട്ടിക്കിൾ 14 നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും. അപ്പോ നിയമസമത്വം അല്ലെ, തുല്യ നിയമ അങ്ങനെയൊക്കെ നമുക്ക് തരുന്നത് ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 15 പറയുന്നത് വിവേചനം പാടില്ല എന്നുള്ളതാണ്. എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട്? ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒന്നും തന്നെ ഒരാളെയും വിവേചനപരമായിട്ട് കാണരുത് എന്ന് പറയുന്നു. ആർട്ടിക്കിൾ എന്താ പറയുന്നത്? 16 പറയണത് അവസര സമത്വത്തെ കുറിച്ചാണ്. അതായത് പൊതു നിയമനങ്ങളില് അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. ഇതിലൊക്കെ പ്രധാനമായിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. അയിത്ത നിർമാർജനം ഏതാണ്? ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം ആർട്ടിക്കിൾ 17. വേണമെങ്കിൽ ചോദിക്കാം, തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? 1955 ഈ തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിന്റെ ഇപ്പോഴത്തെ പുതിയ പേര് എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് എന്നാണ്. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്നാണ്
മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17 എന്ന് നമ്മൾ ഓർത്തു വെക്കാം. അപ്പൊ അൺടച്ചബിലിറ്റി നിരോധിച്ചുകൊണ്ടുള്ള വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ് എന്ന് ഓർക്കണം. ഇനി ആർട്ടിക്കിൾ 19 കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 19 അടുത്തത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ആർട്ടിക്കിൾ 21. എന്താണ് ആർട്ടിക്കിൾ 21? അതായത് ജീവൻ, ഒരു വ്യക്തിയുടെ ജീവൻ അല്ലെ, ജീവനുള്ള സ്വാതന്ത്ര്യത്തെയാണ്, ജീവനും സ്വത്തിനും സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 21. ഒരു വ്യക്തിയുടെ ജീവൻ അല്ലെ, വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെയാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ഇതിനെ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിളിക്കുന്നു. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നത് ആർട്ടിക്കിൾ 21നെയാണ്. അത് ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാം, ജീവിക്കാം, അവരുടെ സ്വകാര്യത, അങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ തന്നെ ഉള്ളത് ഈ ആർട്ടിക്കിൾ 21ലാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് ആർട്ടിക്കിൾ 14 നമ്മൾ പഠിച്ചു, ആർട്ടിക്കിൾ 19 പഠിച്ചു, ആർട്ടിക്കിൾ 21 പഠിച്ചു. ഈ മൂന്നിനെയും എന്തു പറയുന്നു? ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്ന് വിളിക്കുന്നു. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21 തുടങ്ങിയവയാണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നു ആർട്ടിക്കിൾ 21A. എന്താണ് 21A? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്ന് പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 21യിലാണ്. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86-ാം ഭരണഘടനാ ഭേദഗതിയാണ് നിലവിൽ വന്നത്. 86-ാം ഭരണഘടനാ ഭേദഗതി 2002 പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് മാസം 26-ാം തീയതിയാണ്. എന്നാൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-ാം തീയതിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് 2010 ഏപ്രിൽ 1. അടുത്തത് ആർട്ടിക്കിൾ 22നെ കുറിച്ച് പറയുന്നു. അതായത് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളെ തടങ്കലിൽ വെക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിൾ 22. ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ നമുക്ക് 3 മാസം വരെ തടങ്കലിൽ വെക്കാനായിട്ട് പറ്റും. 3 മാസം. അറസ്റ്റ് ചെയ്ത ഒരാളെ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ കോടതിയിൽ ഹാജരാക്കണം. കരുതൽ തടങ്കൽ നിയമപ്രകാരം ആദ്യമായി അറസ്റ്റിലായത് AK ഗോപാലനാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർട്ടിക്കിൾ 24 24 ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ ആണ്. ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 24. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ ഒരു പേര് നൽകും അല്ലെ, ഒരു മുദ്ര നൽകും. ആ മുദ്രയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? റെഗ്മാർക്ക് എന്നാണ്. റെഗ്മാർക്ക് നിലവിൽ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്ന പേരിലാണ്. അത് അറിയപ്പെടുന്നത്. ഈ റെഗ്മാർക്ക് എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. ആരാണ്? കൈലാഷ് സത്യാർത്ഥി എന്ന് ഓർത്തു വെക്കുക. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി എന്നറിയാം. ആ നോബൽ പ്രൈസ് ലഭിച്ച വർഷം 2014 ബാലവേല തടയുക, കുട്ടികളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കൈലാഷ് സത്യാർത്ഥി ആരംഭിച്ച സംഘടനയുടെ പേര് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്നാണ്. ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഈ ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടന ആരംഭിച്ച വർഷം 1980 ആരോടൊപ്പമാണ് കൈലാഷ് സത്യാർത്ഥിക്ക് നോബൽ പ്രൈസ് അദ്ദേഹം പങ്കിട്ടത്? ആരോടൊപ്പമാണ്? മലാല യൂസഫ്സായിയുടെ കൂടെയാണ്. അപ്പൊ ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ജൂൺ മാസം 12-ാം തീയതിയാണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ആർട്ടിക്കിൾ 29 ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ ആണ്.
ആർട്ടിക്കിൾ 29. അടുത്തത് ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 32ന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്ന് വിളിക്കുന്നത് ആർട്ടിക്കിൾ 32നെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32നെയാണ്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ആർട്ടിക്കിൾ 32 തന്നെയാണ് എന്ന് ഓർക്കുക. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട റിട്ടുകളൊക്കെ നമ്മൾ ആർട്ടിക്കിളുകൾ നമ്മൾ പഠിച്ചു. എന്തുമായി ബന്ധപ്പെട്ടത്? ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ടത്. ഇനി ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. എന്താണിത്? നമ്മൾ പറഞ്ഞു മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരു പൗരന് സുപ്രീം കോടതിയെയോ അതുപോലെ തന്നെ ഹൈക്കോടതികളെയോ നേരിട്ട് സമീപിക്കാം. അങ്ങനെ മൗലികാവകാശങ്ങൾ എന്താ പറയാ സാധിച്ചു കിട്ടാൻ ഒരു പൗരൻ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിച്ചാൽ ആ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നത്. ആ റിട്ടുകൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണെങ്കിൽ ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. റിട്ടുകളെ കുറിക്കുന്ന എല്ലാ പദങ്ങളും ലാറ്റിൻ പദങ്ങളാണ്. റിട്ടുകളെ പൊതുവായി 5ആയി തിരിക്കാം. 5 തരം റിട്ടുകളാണുള്ളത്. ആദ്യത്തേതിന്റെ പേര് ഹേബിയസ് കോർപ്പസ് എന്നാണ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട്. ഹേബിയസ് കോർപ്പസ്. അടുത്തത് മാൻഡമസ്. എന്താണ്? മാൻഡമസ്. ഹാബിയസ് കോർപ്പസ്, മാൻഡമസ്. അടുത്തത് പ്രൊഹിബിഷൻ. അടുത്ത റിട്ടിന്റെ പേര് പ്രൊഹിബിഷൻ എന്നാണ്. പ്രൊഹിബിഷൻ. അടുത്തത് സെർഷ്യൂററി എന്നാണ്. അടുത്തതിന്റെ പേര് കോ വാറന്റോ എന്നാണ്. ഇതാണ് കോ വാറന്റോ. ഇതാണ് 5 റിട്ടുകൾ. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്. ഏതൊക്കെയാണ്? ഒന്ന് ഹേബിയസ് കോർപ്പസ്. രണ്ടാമത്തത് ഏതാണ്? മാൻഡമസ്. മൂന്നാമത്തേതാണ് പ്രൊഹിബിഷൻ. നാലാമത്തത് സെർഷ്യൂററി. അഞ്ചാമത്തത് ഏതാണ്? കോ വാറന്റോ എന്നത്. അപ്പോ ആദ്യത്തേത് എന്താണ്? ഹേബിയസ് കോർപ്പസ് എന്നതാണ്. ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ശരീരം. എന്താണ്? ശരീരം ഹാജരാക്കുക എന്നതാണ്. ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം. നിയമവിരുദ്ധമായിട്ടോ നീതിരഹിതമായിട്ടോ തടങ്കലിൽ വെച്ചിരിക്കുന്ന ആരെ വേണമെങ്കിലും വിട്ടുകിട്ടാനായിട്ട് കോടതി മുമ്പാകെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപേക്ഷ കൊടുക്കാൻ പറ്റും. അങ്ങനെ കോടതി പറയാണ്, കോടതി മുമ്പാകെ ആ വ്യക്തിയെ ഹാജരാക്കാൻ പറഞ്ഞിട്ട് ഉത്തരവ് പുറപ്പെടുവിക്കും. ആ ഉത്തരവിനെ നമ്മൾ ഹേബിയസ് കോർപ്പസ് എന്ന് വിളിക്കുന്നു. മാൻഡമസ്. എന്താണ് മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം? നാം കൽപ്പിക്കുന്നു എന്നതാണ് മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം. നാം കൽപ്പിക്കുന്നു. അപ്പോ മാൻഡമസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ടിനെയാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഇത് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ പാടില്ല. പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരോട് പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അത്. ഗവൺമെന്റ് സ്ഥാപനങ്ങള്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കൊക്കെയാണ് പറ്റുള്ളൂ അവർക്കെതിരെ. ഇനി അടുത്തത് പ്രൊഹിബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ടു ഫോർബിഡ് അഥവാ തടയുക എന്നതാണ് പ്രൊഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം. അതായത് ഒരു ഉന്നത നീതിപീഠത്തിന്റെ പരിഗണനയിലിരിക്കുന്ന കേസുകളാണെന്ന് വെക്കുക. ആ കേസുകൾ ആ സമയം ഏതെങ്കിലും കീഴ്ക്കോടതികൾ പരിഗണിച്ചാൽ ആ കേസ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിക്കാവുന്ന റിട്ടിനെയാണ് പ്രൊഹിബിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് സെർഷ്യൂററി എന്നാണ്. സെർഷ്യൂററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക എന്നതാണ് മീനിങ്. എന്താണ് സാക്ഷ്യപ്പെടുത്തുക എന്ന് പറയുന്ന സെർഷ്യൂററി എന്ന് പറയുന്ന റിട്ടിന്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടിനെ ആണ് സെർഷ്യൂററി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു ഉന്നത നീതിപീഠത്തിന്റെ പരിഗണനയിലിരിക്കുന്ന കേസുകള്
ഏതെങ്കിലും കീഴ്ക്കോടതി പരിഗണിച്ചാൽ അവരോട് അത് നിർത്തിവെക്കാൻ പറയാണ്. പക്ഷെ സെർച്ച്യോറിയിൽ എന്താ, ഒരു കേസിനെ കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ പറയുന്നതാണ് സെർച്ച്യോററി. അടുത്തത് എന്താണ്, കോവാറന്റോ. എന്താണ് കോവാറന്റോ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തധികാരം, ബൈ വാട്ട് അതോറിറ്റി, നിങ്ങൾക്ക് എന്തധികാരം എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ അയാൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ട്. ഇപ്പൊ എന്താ പറയാ, ഇവര് എന്തെങ്കിലും കള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ജോലി വാങ്ങാം, അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പൊ ആ റിട്ടിനെയാണ് എന്ത് പറയുന്നത്, കോവാറന്റോ. അപ്പൊ 5 റിട്ടുകളാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും 226 പ്രകാരം ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാം. റിട്ട് എന്ന് പറയുന്ന വേർഡ് നമ്മൾ കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് ലാറ്റിൻ വേർഡ് ആണ്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രോഹിബിഷൻ, സെർച്ച്യോററി, കോവാറന്റോ തുടങ്ങിയവയാണ് 5 റിട്ടുകൾ. ക്ലിയർ ആയില്ലേ? ഫണ്ടമെന്റൽ റൈറ്റും അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസും റിട്ടുകൾ നമ്മൾ പഠിച്ചു. അടുത്ത ദിവസം നമ്മൾ എന്ത് പഠിക്കും, നിർദ്ദേശക തത്വങ്ങൾ അല്ലെ. നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പഠിക്കും. അതുപോലെ തന്നെ മൗലിക കടമകളെ കുറിച്ചും അടുത്ത ക്ലാസ്സിൽ പഠിക്കൂട്ടോ. അപ്പൊ അതൊന്ന് നോക്കി വെച്ചോളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ.